أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا قلت حيلتنا وأنت وسيلتنا أدركنا. ആദരണീയരായ സയ്യിദ് അവറുകൾ, ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, രക്ഷിതാക്കൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ, അല്ലാഹു ജല്ല ജലാലുഹു മഹാനരായ ശൈഖ് തങ്ങളുപ്പാപ്പയുടെ പേരിൽ ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തുക്കളെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക എന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വക്താക്കളുടെ പ്രത്യേകമായ അടയാളമാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ ഖുർആനാണ്, ഒരേ ഹദീസാണ്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായ നമ്മൾ അതോടുകൂടെ അല്ലാഹു തആല ആദരിച്ച മഹത്തുക്കളെ ഏറ്റെടുക്കുകയും അവർക്ക് അർഹിക്കുന്ന പരിഗണനകൾ നൽകുക എന്നത് നമ്മുടെ മാത്രം ഐഡന്റിറ്റിയാണ്. ഇന്ന് രാവിലെ നമ്മളെല്ലാവരും സുബഹി നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഇസ്ലാമിന്റെ പേരിലുള്ള എല്ലാ വിഭാഗവും ആ നിസ്കാരം കൽപ്പിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകമാരും തർക്കം ഉന്നയിച്ചിട്ടില്ല. ളുഹറിന്റെ സമയമായാൽ ളുഹർ നമസ്കരിക്കും. എല്ലാ വിഭാഗവും അതിലും യോജിപ്പ് പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ നിർവഹിക്കാൻ പോകുന്ന മൗലിദ് പാരായണം, മഹാന്മാരുടെ പേരിലുള്ള അനുസ്മരണം, അത് നമ്മുടെ മാത്രം ഐഡന്റിറ്റിയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളായ നമ്മൾ അല്ലാഹുവിന്റെ ഖുർആനും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് അടക്കം നമ്മൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതോടുകൂടെ നാളിതുവരെയായി അതെല്ലാം കൈമാറ്റം ചെയ്യപ്പെട്ട് നമ്മിലേക്ക് എത്തിയ നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ, അവരെ കൂടി നമ്മൾ ഏറ്റെടുക്കുകയും അവരെ അനുസ്മരിക്കുകയും ചെയ്യുന്നു. നമുക്ക് അതുകൊണ്ട് വലിയ നേട്ടമുണ്ട്. അവരുടെ ഉഖർവിയായ ദറജകൾ വർദ്ധിക്കാൻ അത് കാരണമാണ് എന്നതോടുകൂടെ മഹത്തുക്കൾ അനുസ്മരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഈ മജ്ലിസിനും വലിയ മഹത്വമുണ്ട്. ഇൻദ ദിക്രി സ്വാലിഹീന തൻസിലുർ റഹ്മ. അല്ലാഹുവിന്റെ സച്ചരിതരായ ഇഷ്ടദാസന്മാരായ മഹത്തുക്കളായ ആളുകളെ അനുസ്മരിക്കുന്നിടത്ത് പ്രത്യേകമായ കാരുണ്യം വർഷിക്കുമെന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാചകം ഇമാം ഗസാലി റഹിമഹുല്ലാഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഉദ്ധരിക്കുന്നത് കാണാം. നമുക്കതുകൊണ്ട് വലിയ നേട്ടമുണ്ട്. ആ മഹാന്മാരുടെ മദ്ഹ് പറയലും അവരുടെ ജീവിതകാലത്തുള്ള നമുക്ക് പകർത്താൻ പറ്റുന്ന നല്ല മാതൃകകളെ വരുന്ന സമൂഹത്തിന് ഉണർത്തി കൊടുക്കുക എന്ന ദൗത്യമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. മഹാന്മാരെ പറയുന്നത് ദിക്റുസ് സ്വാലിഹീന കഫാറത്തുൻ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പൊറുക്കാനത് കാരണമാണ്. ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങളുപ്പാപ്പയെ അനുഭവിച്ചവരായിരിക്കും ഈ സദസ്സിലുള്ള പല ആളുകളും. ഒരു കാലത്ത് നമ്മുടെ ഈ നാടിന് വേണ്ടി നിലകൊള്ളുകയും സമൂഹത്തിന് ദിശാബോധം നൽകുകയും ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയുകയും ചെയ്ത മഹാന്റെ പേരിലാണ് നമ്മൾ ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. അവരുടെ കാലം കഴിയലോടുകൂടെ നമ്മൾ അവരെ മറന്നുകളയരുത്. അവരോടുള്ള കടപ്പാടിന്റെ പ്രഥമമായ ഏറ്റവും വലിയ നമ്മിൽ അർപ്പിക്കപ്പെട്ട ഒരു ദൗത്യം, ഏറ്റവും ചുരുങ്ങിയത് ആ മഹത്തുക്കളെ നമ്മൾ മറക്കാതിരിക്കുക എന്നാണ്.
അവരുടെ ആണ്ട് നടക്കുമ്പോൾ വർഷത്തിലൊരിക്കൽ നമ്മൾ ആ പഴയ ഓർമ്മകളെല്ലാം അയവിറക്കി അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനും ആ നന്ദി രേഖപ്പെടുത്താനും അവരുടെ പേരിൽ നമ്മൾ പ്രത്യേകം സംഘടിക്കുന്നു. ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ അടയാളമാണത്. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. വിശ്വാസികൾ ജീവിതത്തിൽ എപ്പോഴും കൈക്കൊള്ളേണ്ട പ്രാർത്ഥന വിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾക്ക് പൊറുക്കണമെന്ന് പറയലോടുകൂടെ, ഈമാനോടുകൂടെ ഞങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു പോയ സച്ചരിതരായ പ്രപിതാക്കൾക്കും പുറത്തു കൊടുക്കണേ എന്ന നന്ദിയുടെ വാക്യം ഈമാനുള്ളവർ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നാണ് വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം. നമുക്കതിലൂടെ നേട്ടമുണ്ട്. മഹാന്മാരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉഖർവിയായ ജീവിതത്തിൽ അത് വലിയ മുതൽക്കൂട്ടായി നമുക്ക് അനുഭവപ്പെടുന്നത് പോലെ അവരുടെ സന്താന പരമ്പരകൾ ഇന്നും നമ്മോടുകൂടെ ജീവിച്ചിരിക്കുമ്പോൾ ആ മഹത്തുക്കളുടെ ഒക്കെ മദദ് അവരുടെ സന്താന പരമ്പരകളിലൂടെ ഇന്നും നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും അവരിലൂടെ പരിഹാരങ്ങൾ ഇന്നും പലരും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ മഹത്തുക്കൾ നമ്മൾ ആദരിക്കേണ്ടവരാണ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ, അള്ളാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങൾ, അല്ലാഹ് എന്ന ഓർമ്മ നമ്മിലേക്ക് എത്തിക്കുന്ന എല്ലാ ചിഹ്നങ്ങളെയും ബഹുമാനിക്കൽ നമ്മുടെ ഹൃദയത്തിൽ തഖ്വ ഉണ്ട് എന്നതിന്റെ അടയാളമാണ്. ഔലിയാഉല്ലാഹി ആയാത്തും മിൻ ആയാത്തില്ലാഹ്. അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഇഷ്ടദാസന്മാർ അള്ളാഹുവിന്റെ ഭൂമി ലോകത്തുള്ള ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങളാണ്. ആ മഹാന്മാരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അല്ലാഹ് എന്ന ചിന്ത വരുന്ന എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളായി അറിയപ്പെട്ടതാണ്. ആ വിശദീകരണ പ്രകാരം ചിന്തിച്ചാൽ മഹത്തുക്കൾ അവരുടെ നാമം പോലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ എന്ന് പറയുന്ന ആ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് അവരെ നമ്മൾ ബഹുമാനിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ തഖ്വ ഉണ്ട് എന്നതിന്റെ അടയാളമാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈമാനുണ്ട് എന്നതിന്റെ അടയാളമാണ്. വമൻ ഇസ്തഹ്സഅ മിൻഹും ഫഖദ് ഇസ്തൗജബൽ മഖ്ത മിനല്ലാഹ്. അല്ലാഹു തആല ആദരിച്ച അവന്റെ മഹത്തുക്കളെ, അല്ലാഹു തആല ബഹുമാനം നൽകിയ സച്ചരിതരായ അവന്റെ അടിമകളെ ആരെങ്കിലും പരിഹസിച്ചാൽ ഫഖദ് ഇസ്തൗജബൽ മഖ്ത മിനല്ലാഹ്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ കോപം അവന്റെ പേരിൽ നിർബന്ധമായി പോയി. വകുല്ലു മൗത്തിൻ യഖഉ ഫീഹിൽ ഇൻകാർ. ഔലിയാക്കളെ തരം താഴ്ത്തി സംസാരിക്കുന്ന മജ്ലിസുകൾ, അല്ലാഹുവിന്റെ മഹത്തുക്കൾക്കെതിരെ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഏത് മജ്ലിസ് കണ്ടാലും യജിബുൽ ഫിറാറു മിൻഹു. ആ മജ്ലിസിൽ നിന്ന് ഓടി അകലണമെന്നാണ് മഹത്തുക്കളായ ഇമാമിയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹിമഹുല്ലാ ശക്തമായ ഭാഷയിൽ അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മഹത്തുക്കൾക്കെതിരെ നമ്മൾ വിരലനക്കിയാൽ, അവർക്കെതിരെ ശബ്ദിച്ചാൽ നമ്മുടെ ദുന്യാവും ആഖിറവും പരാജയപ്പെടാൻ അത് കാരണമാകും. നമ്മിൽ മാത്രം ആ ലക്ഷണക്കേട് ഒതുങ്ങുകയില്ല, നമ്മുടെ സന്താന പരമ്പരകളെ അത് ബാധിക്കും, നമ്മുടെ ഈമാനിനെ അത് ബാധിക്കും, നമ്മുടെ ആഖിബത്ത് നഷ്ടപ്പെടാൻ അത് കാരണമാകും. അതുകൊണ്ട് ആ മഹത്തുക്കളെ പിൻപറ്റുകയും അവരുടെ ജീവിതത്തിലുള്ള നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ആ മഹത്തുക്കളോട് ഓരം ചേർന്നുകൊണ്ട് നല്ല ഒരു ജീവിതം നമ്മൾ കെട്ടിപ്പടുത്താൽ അവര് പോകുന്ന സ്വർഗത്തിൽ അവരുടെ ശുപാർശയോടുകൂടെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ നമുക്ക് ആ വിഷയത്തിൽ വലിയ മാതൃകയാണ്. ജീവിതത്തിൽ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്ത മഹാനാണ്, ആയിരക്കണക്കിന് ഖത്മ ഓതി തീർത്ത മഹാനാണ്. പക്ഷേ ആ ആരാധനകളിൽ മാത്രം മഹാൻ അവറുകൾ പ്രതീക്ഷ അർപ്പിച്ചിട്ടില്ല. ഉഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിമിശ് ശഫാഅ. എനിക്കൊരുപാട് അമലുകളുണ്ടെങ്കിലും ഞാൻ അല്ലാഹുവിന്റെ സച്ചരിതരായ മഹത്തുക്കളിലൂടെ വിജയിക്കുമെന്ന് പ്രതീക്ഷ അർപ്പിക്കുന്നവരാണ്. ആ സ്വാലിഹീങ്ങളെ
ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ പാവപ്പെട്ട ശാഫിഈ സ്വാലിഹ് അല്ലെങ്കിൽ പോലും അവരെ ഇഷ്ടപ്പെട്ടത് പ്രകാരം അവര് മുഖേന വിജയം കഴിയുമെന്ന പ്രതീക്ഷയാണ് മഹാനവറുകൾ പങ്കുവെക്കുന്നത്. ഈ കവിത ചൊല്ലിയത് കേട്ടപ്പോൾ ശിഷ്യനായ ഇമാം അഹ്ലുസ് സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് മഹാനരോട് തിരിച്ചു പറയുന്ന ഒരു പദ്യം ചരിത്രത്തിൽ നമുക്ക് കാണാം. തുഹിബ്ബുസ് സ്വാലിഹീന വ അൻത മിൻഹും റഫീഖുൽ ഖൗമി യുൽഹഖു ബിൽ ജമാഅ. ശൈഖ് അവറുകളെ, അങ്ങ് സ്വാലിഹീങ്ങളെ ഹൃദയത്തിൽ ഏറ്റെടുത്ത വലിയ മഹാനാണ്. അങ്ങ് സ്വാലിഹീങ്ങളിൽ പെട്ടവരാണ്. അതുകൊണ്ട് അവർ പോകുന്ന സ്വർഗത്തിലേക്ക് അവരുടെ ശുപാർശ മുഖേന അങ്ങേക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അവിടുത്തെ ശിഷ്യൻ ബഹുമാനപ്പെട്ടവരോട് സാക്ഷ്യപ്പെടുത്തിയത് നമുക്ക് വലിയ പാഠമാണ്. വലിയ വലിയ ആരാധനകൾ ഉണ്ടായിട്ട് പോലും മഹത്തുക്കളുമായി സ്നേഹിക്കുകയും അവരുമായി ഓരം പറ്റി ജീവിക്കുകയും അവരിലൂടെ വിജയം ലഭിക്കുമെന്ന പ്രതീക്ഷ അർപ്പിച്ച് മാതൃക കാണിച്ചു തന്നവരാണ് മുൻഗാമികളായ മഹത്തുക്കൾ. ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് അൽഹംദുലില്ലാഹ് നമ്മളും ശൈഖ് തങ്ങളുപ്പാപ്പയുടെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അവരുടെ ഉഖ്റവിയായ മദദ് ഇന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണമെന്ന നിയ്യത്താണ് ഈ സംഗമത്തിന്റെ പിന്നിൽ നമുക്കെല്ലാം ഉള്ളത്. അല്ലാഹു തആല ആ രൂപത്തിൽ ആ മഹത്തുക്കളുടെ എല്ലാം സഹായം ജീവിതത്തിൽ നമുക്കുടനീളം ലഭിക്കാനുള്ള കാരണമായി ഇത്തരം സംഗമങ്ങളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.